ഹലോ, ഞങ്ങളിപ്പോൾ ഒരു യാത്രയ്ക്കുള്ള ഒരു ഒരുക്കത്തിലാണ്. ഒരുപാട് നാളത്തെ ഒരുക്കത്തിനും ആഗ്രഹത്തിനും ശേഷമാണ് ഞങ്ങൾക്ക് ഇന്ന് പോകാനൊരു അവസരം ഒത്തു കിട്ടുന്നത്. അത് വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലേക്കാണ്. നമുക്കവിടെ സ്റ്റേ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന റൂമുകളൊക്കെ വിളിച്ചു ചോദിച്ചിട്ട് എങ്ങും റൂമില്ല. പിന്നെ ഓൺലൈനിൽ നോക്കി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പാഞ്ചജന്യം എന്നുള്ള ഗസ്റ്റ് ഹൗസിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് അവിടെ ചെക്ക് ഇൻ പറഞ്ഞിരിക്കുന്നത്. പിറ്റേ ദിവസം 3 മണിക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്യണം. പോകുമ്പോൾ കുറച്ച് ടെൻഷനുമുണ്ട്. കാരണം ഒരുപാട് പ്രാവശ്യം പോകാനൊരുങ്ങിയിട്ട് മുടക്കം വന്ന് ഓരോ കാര്യങ്ങൾ കൊണ്ട് നീട്ടിവെച്ച് അവസാനം ബുക്ക് ചെയ്തിരിക്കുന്നതാണ് ഇന്നത്തെ ഒരു ദിവസം. പിന്നെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട്. നല്ല മഴയുണ്ടായിരുന്നു തലേദിവസം വരെ. ഇന്നേക്കൽ ഇറങ്ങിയ സമയത്ത് മഴയൊന്ന് തോർന്ന് നിൽക്കുകയാണ്. നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഗുരുവായൂരേക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് വീണ്ടും മഴ ആരംഭിച്ചു. ഞാനും എൻ്റെ 2 കുട്ടികളും ബ്രദറും അമ്മയും കൂടിയാണ് ഇന്ന് ഗുരുവായൂരേക്ക് പോകുന്നത്. ഞങ്ങൾ അമ്പലങ്ങളിലെല്ലാം കയറി ഉദയനാപുരത്ത് അമ്പലത്തിലെത്തിയപ്പോഴേക്കും അവിടുന്ന് രാവിലെ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണവും കഴിച്ചിട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അവിടെ വെച്ച് അവിചാരിതമായിട്ട് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് പ്രസാദ് ചേട്ടനെ കണ്ടു. അങ്ങനെ പ്രസാദ് ചേട്ടനോട് ഞങ്ങൾ ഗുരുവായൂർ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ പ്രസാദ് ചേട്ടൻ ഞങ്ങൾക്ക് അവിടുത്തെ ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തരാമെന്നുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് അപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് തോന്നി. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, ഗുരുവായൂർ അമ്പലത്തിലെ ക്യൂ എന്ന് പറഞ്ഞാൽ എത്ര നേരം നിന്നാലാണ് നമുക്കൊന്ന് ദർശനം കിട്ടുക. അപ്പം മമ്മിക്കൊക്കെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുമാണല്ലോ. അപ്പോൾ ഇവരെയൊക്കെ കൊണ്ടുപോയാൽ എങ്ങനെയാവും? അല്ലെങ്കിൽ പിന്നെ നെയ്വിളക്കിൻ്റെ കൂപ്പൺ എടുത്ത് നമ്മളകത്ത് കയറണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് പോയത്. ഏതായാലും പ്രസാദേട്ടനെ കണ്ടുകൊണ്ട് പ്രസാദേട്ടൻ്റെ അളിയൻ അയച്ചേട്ടനെ വിളിച്ച് ടിക്കറ്റിനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് അങ്ങനെ സമാധാനമായിട്ട് നിന്ന് ഞങ്ങൾക്ക് ദർശനം നടത്താനും ഒരുപാട് നിന്ന് വിഷമിക്കാതെ ഭഗവാനെ കാണാനുമുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഏറ്റവും കൂടുതൽ കണ്ട ഫ്രൂട്ട്സ് റംബൂട്ടാനാണ്. റോഡരികിലെല്ലാം റംബൂട്ടാൻ ഇങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുകയാണ്. കടകളിലും റോഡ് സൈഡിലും എല്ലാം റംബൂട്ടാൻ വിൽക്കുന്നുണ്ട്. എൻ്റെ മോളാണെങ്കിൽ ഒരു റംബൂട്ടാൻ കൊതിച്ചയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് റംബൂട്ടാനൊക്കെ വാങ്ങിച്ച് നേരെ പോയത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്കാണ്. എൻ്റെ മൂത്ത മോള് കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലാണ് ജനിച്ചത്. അപ്പോൾ അവളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞങ്ങളൊന്ന് ഇവിടെ വന്നതാണ്. അവൾ ജനിച്ച് കഴിഞ്ഞിട്ട് ഇതുവരെ ഇവിടെ വരാൻ പറ്റിയില്ല. മോളിപ്പോൾ +1-ലായി. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞിരുന്നു പോണ വഴിക്ക് എന്താണേലും അവിടെ കൂടി ഒന്ന് കയറിയിട്ട് പോകണമെന്ന്. ഇങ്ങനെ ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്ക് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്ക് നട അടയ്ക്കാറായിരുന്നു. എന്നിട്ടും നല്ല തിരക്കാണ് അമ്പലത്തിനകത്ത്. അവിടെ ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോഴേക്കും എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഊണ് കഴിച്ചിട്ടാകാം അടുത്ത യാത്രയെന്ന് തീരുമാനിച്ച് ഹോട്ടലിലേക്ക് പോയതാണ്. ഇനി നേരെ ഗുരുവായൂർക്കാണ്. ഇനി വേറെ അമ്പലങ്ങളിലൊന്നും കയറുന്നില്ല. അങ്ങനെ അതിനടുത്ത് തന്നെയുള്ള ഒരു വൃന്ദാവൻ എന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക് ഞങ്ങളെത്തി. പക്ഷേ അവിടെ ഊണ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മസാല ദോശയ്ക്കും ഗീ റോസ്റ്റിനൊക്കെ ഓർഡർ കൊടുത്തു. ഫുഡൊക്കെ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിരുന്നു. നല്ലതാണോ അവനെ? ഫുഡൊക്കെ കഴിച്ചു. ഇനി നേരെ ഗുരുവായൂരേക്ക്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കാദ്യം പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിലേക്കാണ് പോകേണ്ടത്. നമുക്ക് വഴി അറിയത്തില്ലാത്തതുകൊണ്ട് ലൊക്കേഷൻ ഇട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നേരെ ഗുരുവായൂരേക്ക് പോകണം. ഗുരുവായൂർ അമ്പലത്തിൻ്റെ തെക്കേ നടയിലായിട്ടാണ് ഈ പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസ് വരുന്നത്. തെക്കേ നടയിലെ ഗേറ്റിന് നേരെ ഓപ്പോസിറ്റ്, അതായത് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നമുക്ക് അമ്പലത്തിലേക്ക് കയറാം. അത്രയ്ക്കടുത്താണ് ഈ ഗസ്റ്റ് ഹൗസ്.
പിന്നെ റേറ്റ് ആണെങ്കിലും വലിയ കാര്യമായിട്ടുള്ള റേറ്റൊന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ റൂംസും ബാത്റൂമുകളും എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഗസ്റ്റ് ഹൗസിനോട് ചേർന്ന് തന്നെ പഴയടം റെസ്റ്റോറൻ്റ് ഉണ്ട്. വളരെ ടേസ്റ്റിയായ ഫുഡാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടുന്ന് പോന്നപ്പോഴേ എല്ലാവരും കുറേ അറിയുന്നവരൊക്കെ പറഞ്ഞു വിട്ടായിരുന്നു പഴയടത്തിലെ ഫുഡൊന്ന് ട്രൈ ചെയ്തിട്ട് വരണം, വളരെ നല്ലതാണെന്ന്. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് അവിടെയും ഒന്ന് നമുക്ക് കയറാം. ഇപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് ഹൗസിൽ കയറി കുളിച്ച് റെഡിയായതിന് ശേഷം അമ്പലത്തിൽ പോയി തൊഴുതിട്ട് അവിടെ തന്നെ ഇരുന്ന് നാമമൊക്കെ ചൊല്ലി ഇന്ന് മുഴുവൻ അവിടെ തന്നെ ചിലവഴിക്കണം എന്നാണ് ആഗ്രഹം. അതിനുശേഷം നാളെ രാവിലെ വീണ്ടും ഒന്നുകൂടെ ദർശനം നടത്തി ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചു പോകാനാണ് ഞങ്ങൾ പരിപാടി ഇട്ടിരിക്കുന്നത്. മിക്കവാറും എല്ലാം മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ നടന്നു. ഒരുപാട് നേരം ഒരുപാട് പ്രാവശ്യം ഭഗവാനെ കണ്ടു തൊഴാനുള്ളൊരു ഭാഗ്യം അതുകൊണ്ട് നമുക്ക് ലഭിച്ചു. പിന്നെ അവിടുത്തെ കൃഷ്ണനാട്ടം കാണാൻ സാധിച്ചു. രാത്രി കൃഷ്ണനാട്ടവും കൂടി കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചു പോയത്. അതൊക്കെ ഒരു വളരെ സന്തോഷകരമായ അപ്രതീക്ഷിതമായി കിട്ടിയ അനുഗ്രഹങ്ങളായിരുന്നു. ഇതാണ് പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അടിപൊളിയായിരുന്നു ഗസ്റ്റ് ഹൗസ്. അതിൻ്റെ റിസപ്ഷൻ കൗണ്ടർ തന്നെ നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെക്ക് ഇൻ ടൈമിനേക്കാൾ കുറച്ച് നേരത്തെയാണ് അവിടെ ചെന്നത്. അപ്പോൾ ചെന്നപ്പോൾ നമ്മുടെ റൂമൊക്കെ ക്ലീനിങ് നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടൊരു 10 മിനിറ്റോടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ റൂമിലേക്ക് പോയത്. ഇതാണ് ഏറ്റവും നല്ല സ്ഥലം. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അടിപൊളിയായിരുന്നു റൂമൊക്കെ. കൂടാതെ 2 ബാത്റൂമും ഉണ്ട്. ഞങ്ങൾ 5 പേർക്ക് പറ്റിയ റൂമാണ് ബുക്ക് ചെയ്തത്. അതിൽ ഒരു സൈഡിൽ 3 കട്ടിലും മറ്റേ സൈഡിൽ 2 കട്ടിലുമാണുള്ളത്. ആ 3 കട്ടിലിൽ തന്നെ നമുക്ക് 5 പേർക്ക് ഒന്നിച്ച് കിടക്കാം. അത്രയും വിശാലമായിട്ടാണ് അവിടെ സ്ഥലം ഉണ്ടായിരുന്നത്. അങ്ങനെ കുളിച്ച് റെഡിയായി ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. 5 മണിക്കാണ് അമ്പലം തുറക്കുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചത്. കാരണം മിക്ക അമ്പലങ്ങളും 5 മണിയൊക്കെ ആകുമ്പോഴാണല്ലോ തുറക്കുന്നത്. പക്ഷേ ഗുരുവായൂർ 3:30 ആകുമ്പോൾ തന്നെ നട തുറക്കും. അതുകൊണ്ട് ഞങ്ങൾ ഒട്ടും താമസിക്കാതെ തന്നെ കുളിച്ച് റെഡിയായി നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു മമ്മിയൂർ ശിവക്ഷേത്രമുണ്ട്. പോകുന്നതിന് മുമ്പായിട്ട് അവിടെ കൂടി ഒന്ന് കയറിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പഴയടം രുചി റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ എൻട്രൻസിനോട് ചേർന്ന് തന്നെയാണ്. എന്നാൽ അവിടെ കയറി ഒരു ചായയും കൂടെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അവിടെ ക്ലീനിങ്ങിന് അടച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഗോകുലം റെസ്റ്റോറൻറ്റിൽ പോയി. ഇത് പാഞ്ചജന്യത്തിന് തൊട്ട് പതുക്കെയുള്ള ശ്രീവത്സം ഗസ്റ്റ് ഹൗസ്. നമ്മൾ അതിലേക്കൂടി കയറി നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഈ നേരെ കാണുന്നതാണ് അമ്പലത്തിലെ തെക്കേ നട. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ്. ഇത് അമ്പലം. ഇത്രയും അടുത്താണ് താമസിക്കാൻ ഭാഗ്യമുണ്ടായത്. ഇത് അമ്പലത്തിന് ചുറ്റുമുള്ള നടകളാണ്. ഞങ്ങളിപ്പോൾ കിഴക്കേ നടയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരാളെ കാണാനുണ്ട് ഞങ്ങൾക്ക്. എന്നിട്ട് നമുക്ക് കിഴക്കേ നട വഴി വേണം അകത്തേക്ക് കയറാനായിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്.
ഇതിൻ്റെ എൻട്രൻസിൻ്റെ 2 സൈഡിലുമായിട്ട് നിറയെ കടകളാണ്. അങ്ങനെ സന്ധ്യയായപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങി. ഇതാണ് അവിടുത്തെ അമ്പലക്കുളം. മഴയുള്ളൊരു ദിവസമായതുകൊണ്ടാണെന്ന് തോന്നുന്നു പുറത്ത് ആളുകൾ കുറവായിരുന്നു. പക്ഷേ അമ്പലത്തിനകത്ത് നല്ല ആളുണ്ടായിരുന്നു. അമ്പലത്തിനകത്ത് ഏത് സമയത്തും നല്ല തിരക്കാണ്. ഞങ്ങളവിടെ ഉണ്ടായിരുന്ന അത്രയും സമയത്തും അമ്പലത്തിനകത്ത് നല്ല തിരക്കായിരുന്നു. പിന്നെ അവർ നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് ആൾക്കാരെ അറേഞ്ച് ചെയ്ത് കയറ്റുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ എല്ലാവർക്കും നിന്ന് തൊഴാനൊക്കെ സാധിച്ചു. അങ്ങനെ അമ്പലത്തിൽ തൊഴുതിറങ്ങിയപ്പോഴേക്കും എന്തെന്നില്ലാത്തൊരു മനസ്സന്തോഷം വന്നു. നമുക്ക് മൊബൈലൊന്നും അകത്ത് കയറ്റാൻ പറ്റില്ല. നമ്മളവിടെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കണം മൊബൈൽ ബാഗുകൾ ഒന്നും അകത്ത് കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് അകത്തെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. രാത്രിയിലെ ചടങ്ങുകൾക്കായിട്ട് ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നതിൻ്റെ ഭാഗമായി ഗജവീരന്മാരൊക്കെ അകത്തേക്ക് പോവുകയാണ്. ഇനി അവരുടെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടാണ് കൃഷ്ണനാട്ടം നടക്കുന്നത്. ഗുരുവായൂരൊരു സാധാരണ ദിവസമായിട്ടും ഒരു ഉത്സവ പ്രതീതിയാണ്. അവിടെ ചെന്നപ്പോൾ ആളുകളും ആനയും ബഹളവും ഒക്കെ ആയിട്ട് എപ്പോഴും ഒരു ഉത്സവ പ്രതീതിയാണ് അവിടെ. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു. പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ രാവിലെ കുളിച്ച് റെഡിയായി ഗുരുവായൂർ പോയി ഭഗവാനെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മമ്മിയൂർക്കാണ്. അവിടെ പോയി അവിടുത്തെ ദർശനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഈ പഴയടം റെസ്റ്റോറൻറ്റിൽ വീണ്ടും വന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു അവിടുത്തെ. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് തന്നെ പോയി. ഉച്ചയ്ക്ക് ഊണ് അമ്പലത്തിൽ നിന്നാണ് കഴിച്ചത്. അങ്ങനെ ഉച്ചയ്ക്ക് അമ്പലത്തിലെ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് റൂമിൽ ചെന്ന് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. കുറച്ച് നേരം കിടന്നിട്ട് നമുക്ക് 3 മണി വരെ ടൈമുണ്ട്. ആ സമയത്ത് ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് നേരം റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. നിറഞ്ഞ മനസ്സോടെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. കാരണം ഒരു ദിവസം ഒരു നേരം ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ആഗ്രഹത്തോടെയാണ് നമ്മൾ ഇത്രയും നാളിരുന്നത്. ഞങ്ങൾക്ക് ഒരു ദിവസം തന്നെ പല നേരം കണ്ടു തൊഴാനുള്ള ഭാഗ്യം ലഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം രാത്രി വരെയുള്ള എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. മാത്രമല്ല പിറ്റേ ദിവസവും നന്നായി കണ്ടു തൊഴാനുള്ള ഭാഗ്യം ലഭിച്ചു. ഒരുപാട് തിരക്കില്ലാഞ്ഞൊരു ദിവസം ആയതുകൊണ്ട് കൂടിയായിരിക്കാം ഞങ്ങൾക്ക് ഒരു പക്ഷേ അതിനൊക്കെയുള്ള ഭാഗ്യം ലഭിച്ചത്.
അപ്പോൾ അതിൻ്റെ എല്ലാം സന്തോഷത്തിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. എല്ലാവർക്കും നല്ല യാത്രാക്ഷീണവും ഉറക്കക്ഷീണവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് റൂമിൽ ചെന്ന ഉടനെ എല്ലാവരും കുറച്ച് നേരം കിടന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങി. അതിനുശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. ബാഗും എല്ലാം ബാക്കിലേക്ക്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ നല്ല മഴയായിരുന്നെങ്കിൽ തിരിച്ച് വന്നപ്പോൾ നല്ല വെയിലായിരുന്നു. പിന്നെ തിരിച്ച് വന്ന ഒരു വർക്കിംഗ് ഡേയിലായിരുന്നു. വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയമായതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ നല്ല ബ്ലോക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും സന്ധ്യയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.